എല്ലാവർക്കും ക്യൂസ് ബ്രെയിനിലേക്ക് സ്വാഗതം. വായനാ ദിന ക്യൂസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമാകുന്ന ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? 1996 മുതൽ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നിലമ്പേരൂർ, ആലപ്പുഴ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ, തുഞ്ചൻ പറമ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? സാഹിത്യ ലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാര്? വള്ളത്തോൾ നാരായണമേനോൻ. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23 വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര്? MK മേനോൻ. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ഹൊർത്തൂസ് മലബാറിക്കുസ്. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാര്? ജോർജ് വർഗീസ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. ഇന്ത്യയിൽ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? പാർലമെന്റ് ലൈബ്രറി. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. രാത്രിമര എന്ന കവിത രചിച്ചത് ആര്? സുഗതകുമാരി. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര്? KP കേശവമേനോൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടപ്പള്ളി. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? JC ഡാനിയേൽ. രണ്ടിടങ്ങരി എന്ന പ്രശസ്ത നോവലിന്റെ രചയിതാവ്? തകഴി ശിവശങ്കരപ്പിള്ള. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ അവാർഡ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തകഴി ശിവശങ്കരപ്പിള്ള. ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ? അഗ്നിസാക്ഷി. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടപ്പള്ളി. മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? കയർ. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേത്? VT ഭട്ടതിരിപ്പാട്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ചെമ്മീൻ, കയർ എന്നീ നോവലുകൾ എഴുതിയതാര്? തകഴി ശിവശങ്കരപ്പിള്ള. ജ്ഞാനപ്പാന രചിച്ചതാര്? പൂന്താനം. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏത്? 1977.
ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമേത്? 1991. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഓടക്കുഴൽ. കഥകളിയുടെ ആദ്യ രൂപം? രാമനാട്ടം. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏത്? കല്യാണ സൗഗന്ധികം. കുമാരനാശാന്റെ അവസാനത്തെ കൃതി ഏത്? കരുണ. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാര്? ജോസഫ് മുണ്ടശ്ശേരി. ദേശീയ വായനാ മാസം ഏതാണ്? മാർച്ച്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാര്? കുമാരനാശാൻ. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏത്? ഉത്തരം ദീപിക. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏത്? ഉമാകേരളം. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.